ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. ഇത് അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കണം. ഞാനിവിടെ ഒരു 12 കാടമുട്ടയും ഒരു 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ എടുക്കുമ്പോൾ കാടമുട്ട മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ കോഴിമുട്ട മാത്രമാണെങ്കിൽ അത് അങ്ങനെ എടുക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് പുഴുങ്ങാനായിട്ട് തുടങ്ങാം. അപ്പോൾ പുഴുങ്ങുന്ന സമയത്ത് ഇപ്പോൾ പുഴുങ്ങുന്ന കാര്യം എല്ലാവർക്കും അറിയാമെങ്കിലും കുറേ പേരൊക്കെ പുഴുങ്ങുന്ന സമയത്ത് അത് പൊട്ടിപ്പൊളിയുക, അതുപോലെ മുട്ടയുടെ തോട് പൊളിക്കുമ്പോൾ ആ മുട്ട കൂടി പൊട്ടിപ്പോരാനൊക്കെ പോരുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് 2 കുഞ്ഞു ടിപ്സ് പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ മുട്ട പുഴുങ്ങുന്ന സമയത്ത് ആ വെള്ളത്തിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അത് മുട്ട പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചേർക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒത്തിരി ഒന്നും ചേർക്കണ്ട, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ മുട്ട പുഴുങ്ങുന്ന വെള്ളത്തിൽ ഈ വെളിച്ചെണ്ണയും ഉപ്പും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മുട്ട പൊട്ടി വരുന്നതും ഇല്ലാതാവും. അതുപോലെ മുട്ട എളുപ്പത്തിന് തോട് പൊളിച്ചെടുക്കാനായിട്ടും പറ്റും. അങ്ങനെ നമ്മൾ മുട്ടയെല്ലാം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി അത് കണ്ടോ, മുട്ടയൊന്നും പൊട്ടിയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് അതിൻ്റെ തോട് പൊളിച്ചെടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് പൊളിച്ചിട്ട് പതിയെ എല്ലാ ഭാഗവും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ ആ മുട്ടത്തോട് നമുക്കതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മുട്ടയമൊന്നും പറ്റി പിടിച്ചിരിക്കുന്നൊന്നുമില്ല, അതുപോലെ മുട്ട പൊളിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. നല്ല രസമായിട്ട് നമുക്ക് ക്ലിയറാക്കി മുട്ടയെല്ലാം പൊളിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മുട്ടയെല്ലാം തോട് പൊളിച്ചെടുത്തു. ഇനി നമുക്ക് ഒരു മാങ്ങ വേണം. ഞാനിവിടെ ഒരു മാങ്ങ എടുത്തു കേട്ടോ. അപ്പോൾ അത് കുറച്ച് മൂപ്പ് കയറിപ്പോയായിരുന്നു. മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് പച്ചമാങ്ങ എന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. പക്ഷേ മുറിച്ച് നോക്കിയപ്പോൾ അത് കുറച്ച് മൂപ്പായിട്ടുണ്ട്. എങ്കിലും അതിന് നല്ല പുളി ഉള്ളതുകൊണ്ട് ഞാൻ അത് തന്നെ എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും ആ ഒരു മൂത്ത മാങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഇത് പഴുത്ത മാങ്ങയൊന്നും വിചാരിക്കരുത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ പച്ചമാങ്ങ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പച്ചമാങ്ങ വെച്ചിട്ടുണ്ടാക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 5 or 6 പച്ചമുളക് നടുകെ കീറിയത്, അതുപോലെ ഒരു 2 തണ്ട് കറിവേപ്പില, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ വേണ്ടത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് കറി റെഡി ആയതിന് ശേഷം ടേസ്റ്റ് നോക്കി കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ അതും കൂടി ചേർത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഒന്ന് കൂട്ടി തിരുമ്മിയെടുക്കണം. കൈ വെച്ച് നന്നായി ഒന്ന് കൂട്ടി തിരുമ്മിയെടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് നന്നായി യോജിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ കൂട്ടി തിരുമ്മിയെടുക്കുന്നത്. ആ പച്ചമാങ്ങയുടെ പുളിയും അതുപോലെ കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് എല്ലാം നന്നായി ഒന്ന് യോജിച്ച് വരാനാണ് ഇങ്ങനെ കൂട്ടി തിരുമ്മിയെടുക്കുന്നത്. അങ്ങനെ കൂട്ടി തിരുമ്മിയതിന് ശേഷം അതിലേക്ക് നമുക്ക് 2ാം പാല്, കട്ടി കുറഞ്ഞ നാളികേരപ്പാൽ 2 കപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും കുറച്ച് മാത്രം ആദ്യം ഒഴിച്ചു കൊടുക്കുക. ആ മാങ്ങയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം നമ്മൾ കൂട്ടി തിരുമ്മി വെച്ചപ്പോൾ അതിലിങ്ങനെ മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് അലിയിച്ചെടുക്കാനായിട്ട് നമ്മൾ ആദ്യം കുറച്ച് നാളികേരപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ മാങ്ങയുടെ മേതൊക്കെ കട്ട പിടിച്ചിരിക്കുന്ന മുളക് പൊടിയൊക്കെ ഒന്ന് അലിഞ്ഞ് വരും. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള 2ാം പാല് മുഴുവനായിട്ടും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 1 നാളികേരമാണ് എടുത്തിട്ടുള്ളത് ഈ കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആ ഒരു നാളികേരം ചിരകിയതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ആദ്യം കട്ടി നാളികേരപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ടുള്ള കട്ടി കുറഞ്ഞ നാളികേരപ്പാലാണ് ഇത്. അങ്ങനെ നമ്മൾ 2ാം പാല് മുഴുവനായിട്ടും ആ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് കറി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂടി വെച്ച് അടച്ച് നമുക്കൊരു 5 മിനിറ്റോളം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആവാറാകുമ്പോഴേക്കും കറിയൊക്കെ തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയി. നമുക്ക് മൂടി ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടോ, കറിയൊക്കെ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് നന്നായി ഒന്ന് മൂടി തുറന്നതിന് ശേഷം നന്നായി ഒന്ന് കറി ഒന്നുകൂടി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നന്നായിട്ട് ഇത് തിളച്ച് വന്നു തുടങ്ങി. ഇനി ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് എല്ലാ ഭാഗത്തും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുള്ള മുട്ട മുഴുവനായിട്ടും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ ചിലർക്ക് മുട്ട മുഴുവനായിട്ടും ചേർക്കുന്നതായിരിക്കും ഇഷ്ടം. അല്ലാന്നുണ്ടെങ്കിൽ അത് നടുകെ കീറിയിട്ടോ അല്ലെങ്കിൽ 2 പീസാക്കിയിട്ടൊക്കെ ചേർക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇടാറുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മുട്ടയെല്ലാം മുറിക്കാതെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 2 എണ്ണം മാത്രം ഒന്ന് മുറിച്ചിട്ടിടാമെന്ന് വിചാരിച്ചിട്ട് 2 മുട്ട എടുത്ത് ഒന്ന് മുറിച്ച് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ഇടണ്ടേന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു കയ്യിൽ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതൊരു മിനിറ്റ് കൂടി ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കറി മുട്ട ഇട്ടതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കട്ടി നാളികേരപ്പാൽ 1 കപ്പ് കട്ടി നാളികേരപ്പാൽ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ കറി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ കറി ചെറുതായി തിളച്ച് തുടങ്ങി. ഇനി അത് നന്നായി ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് കയ്യിൽ വെച്ച് ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി റെഡിയായി. ഇനി അതിൻ്റെ മെയിനായിട്ട് അവസാനത്തെ ഒരു താളിപ്പും കൂടി കഴിഞ്ഞാൽ കറിയുടെ പരിപാടിയൊക്കെ തീരും. അപ്പോൾ താളിപ്പിന് വേണ്ടിയിട്ട് അതിലേക്ക് ഒരു 6 or 7 ചുവന്നുള്ളിയും അതുപോലെ ഒരു 2 തണ്ട് കറിവേപ്പിലയും പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ മൂപ്പിച്ചെടുത്തിട്ട് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ താളിപ്പ് നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആ കറിയിൽ നിന്നും കുറച്ച് കറി എടുത്തിട്ട് ആ താളിപ്പുണ്ടാക്കിയ ചീഞ്ചട്ടിയിലേക്ക് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചിട്ട് അതുകൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.